പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിക വിശ്വാസ പ്രമാണത്തിൻ്റെ ആധാരശിലയായ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സൂചിപ്പിച്ചു. ആ സൂചിപ്പിച്ചതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സവിശേഷമായ 5 അധികാരങ്ങൾ അവൻ്റെ കയ്യിൽ പൂർണ്ണമായും വച്ചിരിക്കുകയാണ്. അതിൽ മറ്റാർക്കും ഒരു പങ്കാളിത്തവും നൽകിയിട്ടില്ല. ആ പങ്കാളിത്തം നൽകാത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദതാ. മറ്റേതെങ്കിലും ഇലാഹുകൾക്ക് അതിൽ ഏതെങ്കിലും ഒന്നിൽ വല്ല പങ്കാളിത്തം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലഫസദതാ, ഈ ആകാശഭൂമികൾ മുഴുവനും തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു എന്നാണ്. ആ 5 അധികാരങ്ങൾ പലവരും പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി വിഷയത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പറയുകയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന അധികാരം, ഈ അധികാരത്തിൽ അള്ളാഹുവിന്റെ അധികാരം ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും അംഗീകരിക്കുന്നു. എല്ലാ മതവിശ്വാസികളും, ഹിന്ദുക്കളും, ക്രൈസ്തവരും, ബുദ്ധരും, ജൈനരും, മുസ്ലിങ്ങളും, ആസ്തികരായ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന കാര്യമാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ മറ്റാർക്കും പങ്കാളിത്തമില്ല. ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചു നിർത്തുന്ന കാര്യത്തിൽ മറ്റാർക്കും പങ്കാളിത്തമില്ല. പക്ഷേ ഷിർക്ക് കടന്നു വരുന്നത് 3ലും 4ലുമാണ്. ഈ പ്രാപഞ്ചികമായ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതാര്? അതിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതാര്? ആ ഗതിവിഗതികളെ നിയന്ത്രിച്ച് ഭൂമിയിൽ മനുഷ്യർക്ക് നന്മയും തിന്മയും ഉണ്ടാക്കി കൊടുക്കുന്നതാര്? അവന് ഹൈറും ഷറും ഉണ്ടാക്കി കൊടുക്കുന്നതാര്? ഈ 3ഉം 4ഉം വിഷയത്തിലാണ് ഷിർക്ക് എന്ന് പറയുന്നത് കടന്നു വരിക. അവിടെ കുഫ്റല്ല, അവിടെ ഷിർക്കാണ് കടന്നു വരിക. പങ്കാളിയാക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനാണ് അധികാരമെങ്കിൽ പോലും ആ അധികാരം അവർ മറ്റുള്ളവരിലേക്ക് അള്ളാഹു കുറച്ച് പകർന്നു കൊടുത്തിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ ഭാഗികമായ അധികാരം ഈശ്വരന്മാർക്കും ദേവീദേവന്മാർക്കും മറ്റുള്ളവർക്കും അള്ളാഹു പകർന്നു കൊടുത്തിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിലെ നന്മ തിന്മകളെ നിയന്ത്രിക്കുവാൻ, ഉപകാരങ്ങളും ഉപദ്രവങ്ങളും നിയന്ത്രിക്കുവാനുള്ള അധികാരവും ഈ ലോകത്ത് പല അവതാരങ്ങൾക്കും പുണ്യാത്മാക്കൾക്കും പകർന്നു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവരോട് ചോദിക്കാം, അത് നേടിയെടുക്കുവാൻ വേണ്ടി അവരോട് പ്രാർത്ഥിക്കാം, അവരെ പൂജിക്കാം. ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിലും തൗഹീദ് ഇവിടെയാണ് മുസ്ലിം സമൂഹത്തിൽ ഞാൻ സൂചിപ്പിച്ച് നിർത്തിയത്. മറ്റുള്ളവരുടെ സ്വാധീനത്തിന്റെ ഫലമായും മനുഷ്യചിന്തയുടെ ദൗർബല്യത്തിന്റെ ഫലമായും ക്രമേണ ആദ്യം ഈ നന്മ തിന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധാത്മാക്കളായ ഔലിയാക്കൾക്കും പുണ്യാത്മാക്കൾക്കും ചില കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ള കാഴ്ചപ്പാട് അവരിലേക്ക് അരിച്ചരിച്ചിറങ്ങി വന്നു. ആ അരിച്ചരിച്ചിറങ്ങി വന്നതിൽ നിന്നുമാണ് ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ കാണുന്ന അന്ധവിശ്വാസങ്ങൾ മുഴുവനും ഉണ്ടായത്. അതിന്റെ വിശദാംശം ഞാൻ കിടക്കുന്നില്ല. അതിന്റെ പേരിൽ ഒരുപാട് തർക്കങ്ങൾ ലോകത്ത് മുസ്ലിം സമൂഹത്തിലുണ്ട്. അതിനേക്കാൾ രൂക്ഷമായി ഇപ്പോൾ ഈ 3ാമത്തെ ഈ പ്രപഞ്ച നിയന്ത്രണം എന്ന് പറയുന്ന സംവിധാനത്തിലേക്കും ഈ മഹാത്മാക്കൾക്ക് അള്ളാഹു പങ്കാളിത്തം നൽകിയിരിക്കുന്നു എന്ന അത്യന്തം അപകടകരമായ വാദത്തിലേക്ക് ഒരു വിഭാഗം എത്തിച്ചേർന്നു എന്നാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അത് രൂക്ഷമായ തർക്കങ്ങളും ഗുരുതരമായ ആരോപണ പ്രത്യാരോപണങ്ങളും ഇന്ന് മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അവിടുത്തെ വിവാദങ്ങളുടെ മർമ്മം ഇപ്പോൾ ആ വിഷയമാണ്. ഈ മുദ്ദബ്ബിർ, ഈ പ്രപഞ്ചഘടനയെ നിയന്ത്രിക്കുന്നതിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് പങ്കുണ്ടോ ഇല്ലയോ? നന്മ തിന്മയിൽ ഔലിയാക്കൾക്ക് പങ്കുണ്ടോ എന്ന് അവരും പറയുന്നു. പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് പങ്കുണ്ടോ ഇല്ലയോ? യഥാർത്ഥ തൗഹീദ് എന്ന് പറയുന്നത് ഈ 2ലും പങ്കില്ല. ഈ 4 കാര്യം അള്ളാഹുവിന്റെ പരമാധികാരമാണ്. അതിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ ഗതിവിഗതികൾ തകർന്ന് തരിപ്പണമായി പോകും. ഇനി ഞാൻ പറയാൻ പോകുന്ന 5ാമത്തെ കാര്യമാണ്. ഈ 4 കാര്യങ്ങളും മതവിശ്വാസികളുടെ ആഭ്യന്തര പ്രശ്നമാണ്, മതത്തിന്റെ ഉള്ളിലെ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ ആരെന്ത് തർക്കിച്ചാലും പൊതുസമൂഹത്തെ ബാധിക്കുന്നില്ല. നിങ്ങൾ തർക്കിച്ചോളൂ, നിങ്ങൾ സമ്മതിച്ചോളൂ, നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയി പ്രാർത്ഥിച്ചോളൂ, ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞങ്ങൾക്ക് എന്താണ് കുഴപ്പം?
പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് മതവിശ്വാസികളുടെ ആഭ്യന്തരമായ ഒരു സാങ്കല്പിക പ്രശ്നമാണ്. പ്രത്യക്ഷ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താത്ത ഒരു സാങ്കല്പിക പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും തർക്കിച്ചോളൂ എന്നതാണ്. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അധികാരത്തിന്റെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് അവരിൽ നിക്ഷിപ്തമാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹലാലും ഹറാമും നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള അധികാരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തൗഹീദ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട അവസാനത്തെ കാര്യം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. മറ്റേ ജീവിതത്തെ ബാധിക്കുന്നില്ല എന്നല്ല പറയുന്നത്. പൊതുസമൂഹത്തിൽ താല്പര്യമുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ ഈ വിഷയം പൊതുസമൂഹത്തെയും ബാധിക്കുന്ന വിഷയമാണ്. ഹലാൽ ഹറാം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മനുഷ്യ ജീവിതത്തിൽ ഒരു പരിധി, യുഹല്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. യുഹല്ലു ലഹുമുത് തയ്യിബാത്ത്, വിശുദ്ധമായ വസ്തുക്കളെ മാത്രം നിങ്ങൾക്ക് അവൻ ഹലാലാക്കി തന്നിരിക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മലിനമായ വസ്തുക്കളെ മുഴുവൻ നിങ്ങൾക്ക് അവൻ വിലക്കിയിരിക്കുന്നു. അപ്പൊ മനുഷ്യ കർമ്മങ്ങളിൽ വിശുദ്ധമായതുമുണ്ട്, മലിനമായതുമുണ്ട്. വിശുദ്ധ കർമ്മം ചെയ്യാനുമുള്ള ടെൻഡൻസി അവന്റെ ഉള്ളിലുണ്ട്, മലിനമായ കർമ്മം ചെയ്യാനുമുള്ള ടെൻഡൻസി അവന്റെ ഉള്ളിലുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. വനഫ്സിൻ വമാ സവ്വാഹാ, അല്ലാഹു നിങ്ങൾക്ക് ഒരു നഫ്സ് തന്നിരിക്കുന്നു. വസവ്വാഹാ, ആ നഫ്സിനെ അവൻ ചൊവ്വാക്കിയിരിക്കുന്നു. എങ്ങനെ? ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ആ നഫ്സിലേക്ക് അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിരിക്കുന്നു ഫുജൂർ, തിന്മകൾ. തിന്മകൾ തിന്മകൾ ചെയ്യാനുള്ള വാസന, കുറ്റവാസന, തെറ്റുകൾ ചെയ്യാനുള്ള വാസന, അത് അല്ലാഹു തആല അവന്റെ ആത്മാവിൽ നഫ്സിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. വഫുജൂറഹാ വതഖ്വാഹാ, തഖ്വയുടെ ആന്തരികമായ ബീജവും അല്ലാഹു തആല അതേ ആത്മാവിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. സൂക്ഷ്മതയുടെ, ജീവിത വിശുദ്ധിയുടെ ഒരാന്തരികമായ പ്രചോദനവും നിങ്ങളുടെ നഫ്സിൽ അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുന്നു. നഫ്സിനെ പറ്റി ഞാൻ ഒരുപാട് നിങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ മഹാരാജാവാണ് നഫ്സ് എന്നാണ് ഇമാം ഖസാലി നഫ്സിനെ പറ്റി പറഞ്ഞത്. ബാക്കിയെല്ലാം പടയാളികളാണ്. നമ്മുടെ കയ്യും കാലും കണ്ണും മൂക്കും അവയവങ്ങളെല്ലാം ഒരു പടയാളിയാണ്. അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മഹാരാജാവാണ് നമ്മുടെ ശരീരത്തിലെ മഹാരാജാവാണ് നഫ്സ്. അതുകൊണ്ടാണ് നഫ്സ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ അപ്പം നന്മയും തിന്മയും ചെയ്യാൻ ടെൻഡൻസി അല്ലാഹു തആല മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. തിന്മ ചെയ്താൽ അത് മലിനമാണ്, നന്മ അത് വിശുദ്ധമാണ്. തിന്മ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമാണ്, നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലവും വളരെ ഗൗരവമുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബൗണ്ടറി ജീവിതത്തിന്റെ ഇത് മുസ്ലിം സമൂഹത്തിന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് മറ്റൊരു സമുദായത്തിനും ഈ ബൗണ്ടറി ഇല്ല. ലോകത്ത് മറ്റ് സമുദായങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടു തരം വേദഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. ഒന്ന് മഹാന്മാരും ഋഷിവര്യന്മാരും രചിച്ചുണ്ടാക്കിയ മഹാഭാരതം, രാമായണം അല്ലെങ്കിൽ രാമായണ വേദഗ്രന്ഥങ്ങൾ മുറുകെ പിടിക്കുന്ന ഹിന്ദു, ബുദ്ധ, ജൈന വിഭാഗങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ, എന്ത് കാണണം, എന്ത് കണ്ടുകൂടാ, എന്ത് കേൾക്കണം, എന്ത് കേട്ടുകൂടാ, എന്ത് ചെയ്യണമെന്ന് ചെയ്തുകൂടാ, എന്ത് ഭക്ഷിക്കണമെന്ന് ഭക്ഷിച്ചുകൂടാ തുടങ്ങിയുള്ള ഒരു നിയമവും അവർക്ക് ബാധകമല്ല. അങ്ങനെയുള്ള ഒന്നും ആ ഗ്രന്ഥത്തിൽ പറയുന്നുമില്ല. അത്തരം ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മുഴുവൻ ആധ്യാത്മികമായ ഇതിഹാസങ്ങളും കഥകളും പൂജാകർമ്മങ്ങളും ഒക്കെയാണ്. അതിന്റെ അകത്തൊന്നും ഒരു ഹലാലും ഹറാമുമില്ല. പിന്നെയുള്ളത് ഹലാലും ഹറാമും ഉള്ള ജൂത, ക്രൈസ്തവ, ഇസ്ലാം മത വിശ്വാസികളാണ്. പക്ഷെ ജൂത ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ചാപ്റ്റർ ഏതോ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ അവർ മറന്നുപോയി എന്നുള്ളതാണ്. മറന്നുപോയി. ഇന്ന് ലോകത്തുള്ള ജൂതന്മാർക്കോ ക്രൈസ്തവർക്കോ വേദഗ്രന്ഥത്തിലെ വിലക്കുകൾ ബാധകമാണോ? ഒരു ഉദാഹരണം പറയുക, മദ്യം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മദ്യം നിഷിദ്ധമാണ്. മദ്യം നിഷിദ്ധമാണ്, മദ്യം നിഷിദ്ധമാണ് എന്നുള്ള കാഴ്ചപ്പാട് ഇന്ന് ഇസ്ലാമിന്റെ പുറത്ത് ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹിന്ദുക്കൾക്കുണ്ടോ? ഇല്ല. ക്രൈസ്തവർക്കുണ്ടോ? ഇല്ല. അവരുടെയൊക്കെ സന്തോഷത്തിന് സമയവും
മദ്യം കൊണ്ടാണ്, ദുഃഖത്തിന്റെ സമയവും മദ്യം കൊണ്ടാണ്, വിജയം ആഘോഷിക്കുന്ന മദ്യം കൊണ്ടാണ്, പരാജയം മറയ്ക്കുന്നതും മദ്യം കൊണ്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജനിക്കുമ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും സന്തോഷിക്കാൻ വേണ്ടി മദ്യപിക്കുന്നു. സ്വന്തം പിതാവ് കുഞ്ഞ് മരിക്കുമ്പോൾ ആ ദുഃഖം മറക്കാൻ വേണ്ടി മദ്യപിക്കുന്നു. മദ്യം നിവേദ്യമായി സമർപ്പിക്കുന്നു. അപ്പൊ മദ്യം എന്ന് പറയുന്നത് അതൊരു ഭക്ഷണ പദാർത്ഥമാണ്, അതൊരു ആധ്യാത്മികമായ കാര്യമല്ല. അത് കുടിക്കണോ വേണ്ടോ എന്ന് അവന്റെ സ്വന്തമായ തീരുമാനമാണ്. അതിലൊന്നും അവർക്ക് മതാധിഷ്ഠിതമായ ഒരു കൽപ്പനയില്ല. ക്രൈസ്തവർക്കും ജൂതന്മാർക്കും അതുണ്ട് വേദഗ്രന്ഥത്തിൽ. പക്ഷേ അത് അവരെന്നോ ഉപേക്ഷിച്ചു. വ്യാവസായിക വിപ്ലവത്തോടുകൂടി അത് പൂർണ്ണമായും മാറ്റിവെച്ചു. അത് വേറെ കഥയാണ്. ഞാൻ അതിന്റെ തുടക്കത്തിൽ തുടർന്നു വരുമ്പോൾ ഞാൻ സൂചിപ്പിക്കാം. അതോടുകൂടി അവർ പൂർണ്ണമായും മാറ്റിവെച്ചു. ഇന്ന് ലോകത്തെ മദ്യം എന്ന് പറയുന്നത് വ്യവസായമാണ്. അതൊരു മതപരമായ ഇഷ്യൂ അല്ല, അതൊരു ആത്മീയ പ്രക്രിയയല്ല, അതൊരു വ്യവസായ പ്രക്രിയയാണ്. വ്യവസായത്തിൽ എന്ത് മതം? അതുകൊണ്ട് അവർ മാറ്റിവെച്ചു. പന്നിമാംസം നിഷിദ്ധമാണ് എന്നത് ഇന്ന് മുസ്ലിങ്ങളൊക്കെ അല്ലാതെ ആർക്കെങ്കിലും ഉണ്ടോ? അത് നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന ക്രൈസ്തവരും ജൂതന്മാരും ഇന്നവർക്ക് നിഷിദ്ധമാണോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേദഗ്രന്ഥത്തിൽ ഇപ്പോഴും ഉണ്ട്. വ്യഭിചാരം എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അനുഭവിച്ചിരിക്കുന്നു. ആർക്കും നിഷിദ്ധമല്ല. സ്വവർഗരതി നിഷിദ്ധമാണ്. പക്ഷെ ഇന്നവർക്കാർക്കും വേദഗ്രന്ഥത്തിൽ ഉള്ളവരും അത് ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരും സേഫ് സോണിലാണ്. അവർക്കും ലോകത്തെ പ്രശ്നങ്ങളില്ല. കാരണം ലോകത്തോട് അവർ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ആഗ്രഹാഭിലാഷങ്ങളോട് ഏറ്റുമുട്ടുന്ന ആ മതപരമായ ശാഠ്യം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാണ് അവർ പറയുന്നത് മതപരമായ ശാഠ്യം. മതം എന്ന് പറയുന്നത് പ്രകൃതിയോട് ഏറ്റുമുട്ടുകയാണ് മതം. നമ്മൾ മനസ്സിലാക്കണം, പ്രകൃതിയോട് ഏറ്റുമുട്ടുന്നു. ഒരു പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൽ സ്വവർഗരതിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് സ്വവർഗരതിയിൽ കൂടി ലൈംഗികമായ സംതൃപ്തി കിട്ടും എന്നത് പ്രകൃതിയാണ്. പക്ഷേ അത് നിങ്ങൾ ആസ്വദിക്കരുത് എന്നത് മതത്തിന്റെ തീട്ടൂരമാണ്. എന്ന് വെച്ചാൽ മതം പ്രകൃതിയുമായി ഏറ്റുമുട്ടുകയാണ്. മനസ്സിലാക്കണം, മതം പ്രകൃതിയുമായി ഏറ്റുമുട്ടുകയാണ്. പ്രകൃതിയിൽ ലൈംഗികമായ ഒരു ആസ്വാദനം ലഭിക്കാൻ വേണ്ടി സ്ത്രീ പുരുഷ സമ്പർക്കം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ഹോമോസെക്ഷുവാലിറ്റിയിൽ കൂടി ലഭ്യമാണെങ്കിൽ അത് പ്രകൃതി അനുവദിച്ചതാണ്. പ്രകൃതി അനുവദിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു ആസ്വാദനം കിട്ടുക? ഏതുപോലെ കല്ലോ മണ്ണോ വാരി വിഴുങ്ങിയാൽ വിശപ്പ് മാറുമോ? മാറില്ല. എന്തുകൊണ്ട്? അത് പ്രകൃതി അനുവദിച്ചിട്ടില്ല. പക്ഷെ മദ്യം കഴിച്ചാൽ, പന്നിയിറച്ചി കഴിച്ചാൽ വിശപ്പ് മാറും. അപ്പോൾ വിശപ്പ് മാറുക എന്നതിന് പ്രകൃതി അനുവദിച്ചിരിക്കുന്നു. പ്രകൃതി വിശപ്പ് മാറാൻ വേണ്ടി അനുവദിച്ച ഒരു പന്നി മാംസം അത് കഴിക്കരുത് എന്ന് മതം പറയുമ്പോൾ മതം പ്രകൃതിയുമായി ഏറ്റുമുട്ടുകയാണ്. ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. അതുകൊണ്ട് മതം പ്രകൃതിയുമായി ഏറ്റുമുട്ടേണ്ടതില്ല. അത് മനുഷ്യ ജീവിതമാണ്. ഇതിലൊന്നും മതം കടന്നു വരേണ്ടതില്ല. മനുഷ്യൻ എന്ത് കഴിക്കുന്നു, എന്ത് കഴിക്കുന്നില്ല, അവന്റെ സ്വകാര്യ ജീവിതമാണ്. മനുഷ്യൻ ആരുമായി ബന്ധപ്പെടുന്നു, ആരുമായി ബന്ധപ്പെടുന്നില്ല, അവന്റെ സ്വകാര്യ ജീവിതമാണ്. അവൻ പലിശ വാങ്ങുന്നു, പലിശ ഈ പറയപ്പെട്ട എല്ലാ ഗ്രന്ഥത്തിലും നിഷിദ്ധമാണ്. യഹൂദന്മാരെ പറ്റി ഖുർആൻ പറയുന്നത് തന്നെ അവർ പലിശ ഭക്ഷിക്കുന്നു എന്നാണ്. പലിശ എന്ന് പറഞ്ഞ് യൂറോപ്പിൽ കൊണ്ടുവന്നത് വിശദമായി ഞാൻ പറഞ്ഞ് ആവർത്തിക്കേണ്ട കാര്യമില്ല. യൂറോപ്പിലെ ക്രൈസ്തവർ പലിശ വിരുദ്ധരായിരുന്നു, വ്യാവസായിക വിപ്ലവം വരെയും. പക്ഷെ യഹൂദന്മാർ ലോകത്ത് ആ കാലഘട്ടത്തിൽ പലിശക്കാരായിരുന്നു, വട്ടിപ്പലിശക്കാരായിരുന്നു. യൂറോപ്പിൽ ആന്റി സെമിറ്റിസിസം വളർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവർ പലിശ വാങ്ങിച്ച് വൻതോതിൽ മുതലാളിമാരായി അവരിങ്ങനെ പണക്കാരായി ജീവിച്ചപ്പോൾ ക്രൈസ്തവർക്ക് സാധാരണക്കാർക്ക് അസൂയുണ്ടായി. ആ അസൂയയെ തുടർന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി. ആ ആക്രമണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്ന ഗെറ്റോകൾ എന്ന് പറയുന്ന കോളനികൾ രൂപം കൊണ്ടത്. അവരുടെ മാത്രമായ കോളനികൾ, പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി. അങ്ങനെയാണ് ഗെറ്റോകൾ രൂപം കൊണ്ടത്. പക്ഷെ ഇപ്പോൾ യൂറോപ്പിൽ ക്രൈസ്തവർക്ക് മനുഷ്യ പ്രശ്നമാണോ? അപ്പൊ ബൈബിളിൽ ഉണ്ടെങ്കിലും അവർക്ക് അത് മാറ്റിവെച്ചോളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഹലാൽ ഹറാം എന്ന് പറയുന്നത് എല്ലാ വേദഗ്രന്ഥത്തിലും നൽകപ്പെട്ടതാണെങ്കിലും വിശുദ്ധ ഖുർആന്റെ അനുയായികൾ വെച്ച് ബാക്കിയുള്ള വേദഗ്രന്ഥത്തിന്റെ അനുയായികളും ഇന്ന് ഹലാൽ ഹറാം മാറ്റിവെച്ചത് കൊണ്ട് അവർക്ക് ലോകത്ത് പ്രശ്നങ്ങളില്ല. അവർക്ക് ലോകത്തെ തീവ്രവാദികൾ എന്നുള്ള ആ ഒരു പേരില്ല. മതമൗലികവാദികൾ എന്നുള്ള ആ ഒരു പ്രത്യേകമായ ഒരു ആക്ഷേപം അവരെ പറ്റി ഉണ്ടാകുന്നില്ല. ആധുനിക ലോകത്തിന് നിരക്കാത്തവർ എന്ന ആരോപണം അവരെ പറ്റിയില്ല.
7-ാം നൂറ്റാണ്ടുകാർ 6-ാം നൂറ്റാണ്ടെന്നാണ് പറഞ്ഞത്. നൂറ്റാണ്ട് അറിയാത്തതുകൊണ്ടാണ്. 7-ാം നൂറ്റാണ്ടാണ്. 7-ാം നൂറ്റാണ്ടുകാർ എന്നുള്ള ഒരു ചീത്തപ്പേര് അവർക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ലോകത്ത് ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുകയും അത് ഇന്നും ലോകത്ത് മുറുകെ പിടിക്കുകയും ചെയ്ത വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം മാത്രമാണ്. മുസ്ലിം സമൂഹം ഇന്നേ വരെ വിശുദ്ധ ഖുർആനിലെ ഹലാൽ ഹറാമിനെ തള്ളി പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ടാണ് 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഹലാൽ ഹറാം. ഈ ഹലാൽ ഹറാമാണ്. ഈ ഹലാൽ ഹറാം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഞാൻ സൂചിപ്പിച്ചു, അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇന്ന് ലോകത്ത് പ്രാക്ടിക്കലായിട്ടുള്ളൂ. വേറെ ആർക്കുമില്ല. ലോകത്തൊരു സമുദായത്തിനും ഇന്ന് മദ്യം നിഷിദ്ധമല്ല. ലോകത്തൊരു സമുദായത്തിനും ഇന്ന് പലിശ നിഷിദ്ധമല്ല. ലോകത്തൊരു സമുദായത്തിനും ഇന്ന് പന്നിമാംസം നിഷിദ്ധമല്ല. അപ്പൊ ജീവിതത്തിൽ അനുവദനീയം നിഷിദ്ധം എന്ന് പറയുന്ന ഈ നിയമത്തിന്റെ അതിർവരമ്പ് ഇസ്ലാമിന്റെ ആത്മാവതാണ്. ഈ അതിർവരമ്പ് നമുക്ക് നൽകിയത് അല്ലാഹു മാത്രമാണ്. ഇവിടെയാണ് തൗഹീദ് കടന്നു വരിക. ഈ അതിർവരമ്പ് നിശ്ചയിക്കാൻ അധികാരം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ വേറെ ആർക്കുമില്ല. പന്നിമാംസം കഴിക്കരുത് എന്ന് മനുഷ്യരോട് പറയാൻ പന്നിയെയും മനുഷ്യനെയും സൃഷ്ടിച്ച് അല്ലാഹുവിന് അധികാരമുള്ളൂ. അത് കഴിക്കണമെന്ന് പറയാനും കഴിക്കണ്ട എന്ന് പറയാനും അല്ലാഹുവിന് ആർക്കും അധികാരമില്ല. അല്ലാഹു കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ചോളൂ എന്ന് പറയാൻ വേറൊരാൾക്ക് അധികാരമില്ല. ഇവിടെയാണ് ഹലാൽ ഹറാം എന്ന് പറയുന്ന അവസാനത്തെ പോയിന്റ്, തൗഹീദിന്റെ അവസാനത്തെ പോയിന്റ്. ഈ ഹലാൽ ഹറാം നിശ്ചയിക്കുവാനുള്ള അധികാരം യഥാർത്ഥത്തിൽ അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ലോകത്തൊരു ഗവൺമെന്റിനും ഒരു ഭരണകൂടത്തിനും അതിൽ ഇടപെടാനുള്ള അധികാരമില്ല. അതിൽ ഇടപെട്ടുകൊണ്ട് അത് നിഷിദ്ധമല്ല, ശരിയാണ്, അത് തെറ്റല്ല എന്ന് പറയാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നു, ഇത് അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങളോട് കൽപ്പിക്കേണ്ടവൻ അല്ലാഹുവാണ്. വേറെ ആരെങ്കിലും അല്ല കൽപ്പിക്കേണ്ടത്. അവരാരെങ്കിലും നിങ്ങളെ വല്ലതും സൃഷ്ടിച്ചോ? അറൂനി മാദാ ഖലഖൂ മിനൽ അർദ്. അവർ സൃഷ്ടിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. അവര് സൃഷ്ടിച്ചത് വല്ലതും ഈ ലോകത്തുണ്ടെങ്കിൽ ആ വസ്തുക്കളോട് അവർ കൽപ്പിച്ചോട്ടെ. ഞാൻ സൃഷ്ടിച്ചതിനോട് കൽപ്പിക്കാൻ ഇവർക്ക് എന്താണ് അധികാരം? ഇതാണ് അല്ലാഹു ചോദിക്കുന്നത്. ഞാൻ സൃഷ്ടിച്ചതിനോട് കൽപ്പിക്കാൻ ഇവർക്ക് എന്താണ് അധികാരം? ആ അധികാരമാണ് ഇന്ന് ലോകത്ത് പലരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടി, കൽപ്പന, അടിമയുടെ കൽപ്പന, രാജാവിന്റെ കൽപ്പന, ഭരണകൂടത്തിന്റെ കൽപ്പന, ഗവൺമെന്റിന്റെ കൽപ്പന, ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പറയുന്നു, ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രമാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്തുടുക്കണം, എന്തുടുക്കരുത്, അല്ലാഹു നിങ്ങൾക്ക് നല്ല ശരീരത്തിന്റെ എത്ര ഭാഗം നിങ്ങൾ പുറത്ത് കാണിക്കണം, കാണിക്കരുത്. സ്ത്രീകളുടെ വസ്ത്രധാരണം ലോകത്ത് ആർക്കെങ്കിലും വല്ല നിയമമുണ്ടോ? യേശു മറിയമിന്റെ ചിത്രം നമ്മൾ ആരെങ്കിലും ഫുൾ വസ്ത്രധാരണത്തിലുള്ള മറിയമ്മ നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. മറിയമ്മ നമ്മൾ ഇന്നേ ഒരു ചിത്രത്തിൽ നമ്മൾ ഫുൾ വസ്ത്രം ധരിച്ചുകൊണ്ടല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. ക്രൈസ്തവരിലെ പുണ്യാളന്മാരെ ആരെയും സ്ത്രീകൾ നമ്മൾ അൽഫോൻസാമെ നമ്മൾ ഫുൾ വസ്ത്രത്തിൽ കൂടെ നമ്മൾ കണ്ടിട്ടില്ല. തൃശ്ശൂരിലെ ഏവുപ്രാസ്യാമ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ നമ്മളവർക്ക് ഫുള്ളായിട്ട് ആ മറിയമ്മിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ചിത്രം നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പൊ എന്ത് ധരിക്കണം, എത്ര തുറക്കണം? കാരണം ഈ ശരീരം സൃഷ്ടിച്ച അല്ലാഹു. ഒരു പുരുഷനാണെങ്കിൽ നിർബന്ധമായിട്ടും അവർ മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം മറച്ചിരിക്കണം. ഇത് പറയാൻ ആർക്കാ അധികാരം? അല്ലാഹുവിനാണ്. ഇത് തുറക്കണമെന്ന് പറയാനോ ഇതിന്റെ അപ്പുറത്തേക്ക് മറക്കൽ ഫർദാണെന്ന് പറയാനോ ആർക്കാണ്? അത് സൃഷ്ടിച്ച അല്ലാഹുവാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് കൽപ്പിക്കാനുള്ള അധികാരം. നമ്മുടെ ആമാശയം സൃഷ്ടിച്ചത് അവനാണ്. അതുകൊണ്ട് ഈ ആമാശയത്തിൽ കൂടി എന്തിറങ്ങണം, എന്തങ്ങോട്ട് പോകണം, എന്ത് ഈ ആമാശയത്തിലേക്ക് നമ്മുടെ അന്നനാളത്തിൽ കൂടി ഇറങ്ങിക്കൂടാ എന്ന് പറയാനുള്ള അധികാരം അല്ലാഹുവിനാണ്. ഇതാണ് തൗഹീദിന്റെ ഏറ്റവും സീരിയസ് ആയ വിഷയം. ഇന്ന് ലോക രാഷ്ട്രീയം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് മർമ്മം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയി വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങളുടെ മുഴുവൻ മർമ്മം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്. ഈ മുസ്ലിം സമൂഹം ഈ ആധുനികതയ്ക്ക് വഴങ്ങുന്നില്ല. ഇതാണ് ആധുനികത, മോഡേണിറ്റി. മോഡേണിറ്റി എന്നതാണ് ഇന്നത്തെ യൂറോപ്പിന്റെ മെന്റാലിറ്റി. മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവകാശം മാത്രമേ ഉള്ളൂ, മൂല്യങ്ങൾ പ്രശ്നമല്ല എന്നതാണ്. റൈറ്റ് മാത്രമാണ് പ്രധാനം, വാല്യൂസ് പ്രധാനമല്ല. ഇതൊരു തിയറിയാണ്. ആ തിയറി വേറെ തന്നെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഖുതുബയിലൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ആയ വിഷയം പറഞ്ഞാൽ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ പ്രയാസമാണ്.
എന്താണ് ഈ റൈറ്റ് ആൻഡ് വാല്യൂസ് എന്ന് പറയുന്നത്? എങ്കിലും മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും, വ്യാപകമായ വായനകൾ മനസ്സിലാവും. ഇന്നത്തെ മോഡേണിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് മാത്രമേ നിയമം നിർമ്മിക്കേണ്ടതുള്ളൂ, മൂല്യങ്ങൾക്ക് നിയമം നിർമ്മിക്കേണ്ടതില്ല എന്നതാണ്. മൂല്യങ്ങൾ സ്ഥായിയല്ല, സ്ഥായിയായത് അവകാശം മാത്രമാണ്. അതുകൊണ്ടാണ് ബലാത്കാരം തെറ്റാണ്, കാരണം അവിടെ മനുഷ്യന്റെ റൈറ്റ് ലംഘിക്കപ്പെടുന്നു. വ്യഭിചാരം തെറ്റല്ല, എന്തുകൊണ്ട് അവിടെ റൈറ്റ് ലംഘിക്കപ്പെടുന്നില്ല? അവിടെ ലംഘിക്കപ്പെടുന്നത് സമൂഹത്തിന്റെ വാല്യൂസ് മാത്രമാണ്. അത് പരിഗണിക്കേണ്ട ബാധ്യത വ്യക്തികൾക്കില്ല. വ്യക്തികളുടെ മേൽ വാല്യൂ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം സമൂഹത്തിനില്ല. അതുകൊണ്ടാണ് ബലാത്കാരം, റേപ്പ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമാകുന്നതും ഹോമോസെക്ച്വാലിറ്റിയും അഡൽട്ടറിയും എന്ന് പറയുന്നത് നിയമവിധേയമാകുന്നത്. ഇവിടെ മൂല്യങ്ങളാണ്, വാല്യൂസ് ആണ്. റൈറ്റ് മറ്റതിൽ ബലാത്കാരത്തിൽ മാത്രമേ ഉള്ളൂ. റൈറ്റ് മാത്രം പരിഗണിച്ചാൽ മതി. പലിശയിൽ ബലാത്കാരമില്ല, കൈക്കൂലി അതിൽ ബലാത്കാരമുണ്ട്, മോഷണം ബലാത്കാരമുണ്ട്. പക്ഷേ പലിശയിൽ ബലാത്കാരമില്ല. അതുകൊണ്ട് പലിശയിൽ, നിങ്ങൾ പറയുന്ന പലിശയിൽ വാല്യൂസ് മാത്രമേ ഉള്ളൂ, ബലാത്കാരമില്ല. അതുകൊണ്ട് പലിശയിൽ തെറ്റില്ല. മോഷണം തെറ്റാണ്, കാരണം അതിൽ ബലാത്കാരമുണ്ട്. പിടിച്ചുപറിക്കൽ തെറ്റാണ്, അതിൽ ബലാത്കാരമുണ്ട്. വഞ്ചന തെറ്റാണ്, അതിൽ ബലാത്കാരമുണ്ട്. ചൂതാട്ടത്തിൽ തെറ്റില്ല, കാരണം അതിൽ ബലാത്കാരമില്ല. പിന്നെ നിങ്ങൾ പറയുന്ന വാല്യൂസ് ആണ്, അത് പാലിക്കേണ്ട ബാധ്യത മനുഷ്യർക്കില്ല. അതുകൊണ്ടാണ് ചൂതാട്ടം നിഷിദ്ധമാകുന്നത്, ഇസ്ലാമിൽ പുറത്ത് നിഷിദ്ധമല്ലാത്തത്. ബൈബിളിൽ ചൂതാട്ടത്തെ എതിർത്തിട്ടില്ലേ? പഴയ നിയമത്തിൽ എതിർത്തിട്ടില്ല. പക്ഷെ ക്രൈസ്തവർക്ക് ചൂതാട്ടം പല വിഷയമാണോ? അപ്പൊ ഈ മോഡേണിറ്റിക്ക് അവർ ലോകത്തുള്ള മറ്റെല്ലാ മതവിശ്വാസികളും വഴങ്ങി കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹിന്ദുക്കളും ജൂതന്മാരും ക്രൈസ്തവരും ബുദ്ധരും എല്ലാവരും, മതമുള്ളവരും മതേതരരും എല്ലാവരും വഴങ്ങി കൊടുത്തിരിക്കുന്ന ഒന്നാണ് ലോകത്തെ ഈ വെസ്റ്റേൺ മോഡേണിറ്റി എന്ന് പറയുന്നത്. വെസ്റ്റേൺ മോഡേണിറ്റി, പാശ്ചാത്യൻ ആധുനികത. ആ പാശ്ചാത്യൻ ആധുനികത എന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശങ്ങളിൽ മാത്രമേ നിയമം നിർമ്മിക്കേണ്ടതുള്ളൂ. വാല്യൂസ് ഇഷ്ടമുള്ളവൻ പാലിക്കേണ്ട, ഇഷ്ടമില്ലാത്തവൻ പാലിക്കേണ്ട കാര്യമില്ല. റൈറ്റ് വേറെ, വാല്യൂ വേറെ. ഗൗരവമുള്ളൊരു പോയിന്റാണ്. റൈറ്റ് വേറെ, വാല്യൂ വേറെ. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് അവന്റെ കൽപ്പന നിങ്ങൾ പാലിച്ചേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നന്മ ഏത് തിന്മ ഏത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളൊരു കാര്യത്തിൽ നന്മയുണ്ടെന്ന് മനസ്സിലാക്കും, അതിൽ നന്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ സ്വയം തീരുമാനിച്ചൊരു കാര്യം ശരിയെന്ന് കണ്ടെത്തുകയാണ്. നിങ്ങൾ സ്വയം ആലോചിച്ചിരുന്ന പലിശ നല്ലതാണെന്ന് കണ്ടെത്തുകയാണ്. സ്വയം ആലോചിച്ചിരുന്ന് ഈ ചൂതാട്ടം നല്ലതാണെന്ന് കണ്ടെത്തുകയാണ് എന്ന് സങ്കല്പിക്കുക, എന്തുമായിക്കോട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മറ്റൊരു മോശമാണ് നിങ്ങൾ കണ്ടെത്തുകയാണ്. നിങ്ങൾ കണ്ടെത്തുന്ന നന്മയിലും നിങ്ങൾ കണ്ടെത്തുന്ന തിന്മയിലും യഥാർത്ഥത്തിൽ നന്മയും തിന്മയും ഉണ്ടാവുകയില്ല. ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ സൂറത്തുൽ ബഖറയിലെ, കുത്തിബ അലൈക്കുമുൽ ഖിതാലു വഹുവ ഖുർഹുൻ ലക്കും. നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ആ യുദ്ധത്തോട് വെറുപ്പുണ്ടായിരിക്കെ. എന്തുകൊണ്ട്? അസാൻ തുഹിബ്ബു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ പല കാര്യങ്ങളും ഇഷ്ടപ്പെടും, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഗുണമായിരിക്കില്ല, ദോഷമായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പലതിലും നിങ്ങൾക്ക് ദോഷമായിരിക്കും. അസാൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്ന പലതിലും നിങ്ങൾക്ക് നന്മയുണ്ടാകും. നിങ്ങളുടെ നഫ്സ് ചിലതിനെ ഇഷ്ടപ്പെടും, പക്ഷെ അതിൽ നിങ്ങൾക്ക് നന്മ ഉണ്ടാവില്ല. നിങ്ങളുടെ നഫ്സ് ചിലതിനെ വെറുക്കും, അതിൽ നിങ്ങൾക്ക് തിന്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നു, അസാൻ തുഹിബ്ബു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഏത് വിഷയത്തിലാണ് ആത്യന്തികമായ ശരിയെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനേ കഴിയില്ല. ഒരു പോയിന്റിലും ആത്യന്തികമായ ശരിയെന്ന് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നും, ഗുണകരമാണെന്ന് തോന്നും. അവസാനം എത്തുമ്പോൾ വലിയ കടിയായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര മോശമാണ്, നിങ്ങൾ ഒഴിവാക്കും. പക്ഷെ ആത്യന്തികമായി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണമായിരിക്കും. ഇൽമു കുറച്ച് മാത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. വളരെ കുറച്ച് ഇൽമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് മനുഷ്യ, നിന്റെ കർമ്മത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എന്റേതാണ്. എന്തുകൊണ്ട്? എനിക്ക് മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. ഞാൻ മാത്രമാണ് ആലിമുൽ ഗൈബ്, ഞാൻ മാത്രമാണ് ആലിമുൽ ളാഹിർ വൽ ബാത്തിൻ, ഞാൻ മാത്രമാണ് രഹസ്യവും പരസ്യവും അറിയുന്നവൻ, ഞാൻ മാത്രമാണ് ആലിമുൽ ഖൈരി വശർ, ഞാൻ മാത്രമാണ് ഖൈറും ശർറും അറിയുന്നവൻ, ഞാൻ മാത്രമാണ് ശരിയും തെറ്റും നന്മയും തിന്മയും അറിയുന്നവൻ. അതുകൊണ്ട് ഞാൻ തെറ്റെന്ന് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കൂ. നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നിയാലും ഞാൻ ശരിയെന്ന് പറയും നിങ്ങൾ ചെയ്യൂ.
നിങ്ങൾക്കിത് പ്രയാസമാണെന്ന് തോന്നിയാലും. ഇതേത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്? മക്കയിൽ മുശ്രിക്കുകളുടെ ഭീകരമായ മർദ്ദനം വന്നപ്പോൾ വളരെ ധീരന്മാരായ സഹാബാക്കൾക്ക് തിരിച്ചടിക്കണമെന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കീഴടങ്ങേണ്ട കാര്യമുണ്ടോ? ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ് കുന്നാ അഇസ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിൽ എന്നെ ഒന്ന് നേരെ നോക്കാൻ ഇവിടെ ഒരുത്തരും ധൈര്യം ഉണ്ടായിരുന്നില്ല. താങ്കൾ വരുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് വരുന്ന ഞാൻ ആയിരുന്നറിയോ? ഞാൻ അറേബ്യയിലെ ജഗജില്ലിയായിരുന്നു. ഒരുത്തനും എന്റെ നേരെ ഒരു ചെറുവിരൽ പോലും പൊക്കില്ലായിരുന്നു ഉമറിന്റെ നേരെ. കുന്നാ അഇസ ഫിൽ ജാഹിലിയ്യ, ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആൾക്കാർ എന്നെ തോണ്ടാൻ തുടങ്ങി. കാരണം ഞാൻ പ്രതികരിക്കില്ല എന്നവർക്കറിയാം. എന്റെ നേതാവായ റസൂൽ താങ്കൾ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കുഫു ഐദിയക്കും, നിങ്ങൾ കൈകൾ കെട്ടിവെക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് നന്നായി അറിയാം എന്തുകൊണ്ട് ഇവർ എന്റെ മൂക്കിൽ തോണ്ടുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പ്രതികരിക്കില്ല, എന്റെ കൈ താങ്കൾ കെട്ടിയിരിക്കുകയാണ് എന്നറിയാം. എന്തിനാണ് ഈ അപമാനം? അതുകൊണ്ട് തിരിച്ചടിക്കാൻ അനുവാദം തരൂ റസൂലേ. ഇപ്പോൾ ഞങ്ങൾ അതില്ലയായിരിക്കുന്നു. റസൂൽ പറഞ്ഞു ഇല്ല, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും തിരിച്ചടിക്കുന്നതിലാണ് ഖൈറ്, പക്ഷെ അള്ളാഹുവിന് തോന്നി മക്കയിൽ തിരിച്ചടിക്കുന്നതിൽ ഷർറാണ്. മക്കയിൽ തിരിച്ചടിക്കുന്നത് ഷർറാണ് എന്ന് തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചടിക്കണമെന്ന് പലരും അതിനെ പേടി ചോദിച്ചു. മത്താനുസരിച്ചുള്ള എത്ര കാലം സഹിക്കണം? എന്താണ് നമ്മൾക്ക് ഏറ്റുമുട്ടാൻ കഴിയും? നമ്മളാരാ? ദുർബലരാണോ? നമ്മളാ നിസ്സഹായരാണോ? നമ്മൾ ആരാണ്? തിരിച്ചടിച്ചിരുന്നെങ്കിൽ മുശ്രിക്കുകൾക്ക് പിടിച്ചു വെക്കാനും കഴിയുമായിരുന്നില്ല. അതിന്റെ കഥ അത് ആ ചരിത്രം പറഞ്ഞ സമയം ഞാൻ പറയുന്നില്ല. പക്ഷെ മദീനയിൽ വന്നപ്പോൾ എന്ത് പറഞ്ഞു? നിങ്ങൾ യുദ്ധം ചെയ്തു. കുത്തിബ അലൈക്കുമുൽ ഖിതാൽ. അപ്പോൾ ചിലർക്ക് യുദ്ധം ചെയ്യാൻ ഭയമാണ്. മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഭയങ്കര. അപ്പൊ പറയാണ് ഇപ്പോൾ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ചിലർക്ക് ഭയമാണ്, പക്ഷെ ഇപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിലാണ്. എന്ന് വെച്ചാൽ മക്കയിൽ ഖൈറ് യുദ്ധം ചെയ്യാതിരിക്കുന്നതിലാണെങ്കിൽ മദീനയിൽ ഖൈറ് യുദ്ധം ചെയ്യുന്നതിലാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ യുദ്ധത്തെ വെറുക്കും, പക്ഷെ ഖൈർ അതാണ്. മക്കയിൽ നിങ്ങൾ തിരിച്ചടി ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഷർറായിരുന്നു. അപ്പൊ ഏതാണ് ഖൈർ ഏതാണ് ഷർറ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് വേണം ആ നിയമങ്ങൾ വരാൻ. അപ്പൊ ഒന്ന് അള്ളാഹുവിനെ അധികാരമുള്ളൂ, രണ്ട് അള്ളാഹുവിന്റെ അതിനുള്ള കഴിവുള്ളൂ, അറിവുള്ളൂ. മൂന്നാമത് ഒരു നിയമം നൽകിയാൽ ആ നിയമം നടപ്പാക്കാനും നിയമം ലംഘിക്കുന്ന ശിക്ഷിക്കാനുമുള്ള അധികാരം വേണം. അധികാരമില്ലാത്തവൻ, കഴിവില്ലാത്തവൻ നിയമം നടപ്പാക്കിയിട്ട് എന്താ കാര്യം ലഭിക്കുന്നു? ഈ ലോകത്ത് അള്ളാഹു നൽകിയ നിയമങ്ങൾ ലംഘിക്കുന്നവനെ പിടികൂടാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോകത്ത് അള്ളാഹുവിനല്ലാതെ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല ഈ ലോകത്തുള്ള മുഴുവൻ ശിക്ഷിക്കാൻ. എത്ര എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്നത്, എത്ര എത്ര ഭീകരന്മാരാണ് രക്ഷപ്പെട്ടു പോകുന്നത്, എത്ര എത്ര കൊലയാളികളാണ് രക്ഷപ്പെട്ടു പോകുന്നത്, എത്ര എത്ര കൊടുക്രൂരന്മാരാണ് വലിയ വലിയ രാജാക്കന്മാരായി വിളിക്കുന്നത്. ഈ ലോകത്തെ സംവിധാനത്തെ കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവനാര്? അവനെ അള്ളാഹു തആല പല രൂപത്തിൽ പിടികൂടും. അത് പിടികൂടാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഖുർആൻ പറയുന്നു, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. നിങ്ങൾ മുമ്പിൽ കാണുമ്പോൾ കുറെ ആളുകൾ ഭയങ്കരമായി അഹങ്കരിച്ച് നിഗളിച്ച് എല്ലാത്തിനെയും സ്വാധീനിച്ച്, സ്റ്റേറ്റ് ഗവൺമെന്റിനെ സ്വാധീനിച്ച്, കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ച്, കോടതിയെ സ്വാധീനിച്ച്, മാധ്യമങ്ങളെ സ്വാധീനിച്ച് ഇങ്ങനെ വിലസുന്ന ആൾക്കാരെ കാണാം. വിലസിക്കോട്ടെ, പക്ഷെ ചില ആളുകൾക്ക് മരണം വരെ വിലസാൻ ഞാൻ അവസരം കൊടുക്കും. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചില ആളുകൾക്ക് മരിക്കുന്നത് വരെ വിലസാൻ അവസരം കൊടുക്കും. അവരെ പിടികൂടുന്നത് പരലോകത്ത് വെച്ച് മാത്രമായിരിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇനി വേറൊരു ഭാഗത്ത് പറയുന്നു, ചില ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല കേറ്റി എന്തിനാണ്? പിടിക്കാൻ ഒരു സമയമുണ്ട്, അവിടം വരെ എത്താൻ വേണ്ടിയാണ്. അവൻ എവിടം വരെ എത്തുമെന്ന് അറിയണം, അവിടെ വെച്ച് പിടിക്കാൻ വേണ്ടിയാണ്. അവനെ പിടിക്കാനുള്ള സമയം അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവിനുള്ളത് ആരെ കൊണ്ട് കഴിയും? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഈ ലോകത്ത് മരിക്കുന്നവരെ നിഗളിച്ചെടുത്ത് നടന്നാലും അവനെ പിടിക്കാനും അള്ളാഹുവിന്റെ പരലോകമുണ്ട്. ഈ ലോകത്ത് നിരന്തരമായ അതിക്രമം നടത്തിയാലും അവനെ വലിച്ചു താഴെയിടാൻ ഈ ലോകത്ത് അള്ളാഹുവിന്റെ കഴിയും. 2-4 ദിനം കൊണ്ടൊരുവന് തണ്ടിലേറ്റുന്നൊന്നും വരാൻ
മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നത് ഭവാൻ. ഈ മാറാപ്പ് കയറ്റാൻ ആർക്ക് കഴിയും? അതുകൊണ്ടാണ് ഇനി ഒരു ഭാഗത്ത് പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ചിലർക്ക് ഈ ലോകത്ത് ചെറിയ ശിക്ഷ നൽകും. ഒരു യെല്ലോ കാർഡ് കാണിക്കും. മനസ്സിലായാൽ നല്ലത്, ഇല്ലെങ്കിലോ അവൻ നാളെ വലിയ ശിക്ഷയിലെത്തും. അപ്പൊ യെല്ലോ കാർഡ് കണ്ടിട്ടും മുമ്പോട്ട് പോകുന്നവരെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടണ്ട. ഇതൊക്കെ അള്ളാഹുവിനെ വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ തെറ്റുകൾക്കും അപ്പോൾ പിടികൂടാൻ നിന്നാൽ വെള്ളിയാഴ്ച ജുമാനസ്കാരം ഒന്നും നടക്കൂല. നമ്മളൊന്നും ഒത്തിരി പേര് കാണൂല ദുനിയാവിൽ. ഒരു പള്ളിയിലും ഷാഫി മദ്ഹബിൽ ജുമാ നടക്കൂല. കാരണം ഷാഫി മദ്ഹബിൽ തദ്ദേശീയരായ 40 പുരുഷന്മാർ വേണം. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അപ്പോൾ പിടികൂടിയാൽ എവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുത്തഖീങ്ങളായ 40 പേരെ ജുമായ്ക്ക് കിട്ടുക? നമ്മളൊക്കെ ഇങ്ങനെ ജുമാ നടത്താൻ കഴിയും. നമ്മുടെയൊക്കെ കുറ്റങ്ങൾക്ക് അല്ലാഹു തത്സമയം പിടികൂടാത്തത് കൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത്, നമ്മളൊക്കെ ഇങ്ങനെ വിവാഹം ജീവിക്കുന്നത്. മനുഷ്യൻ ചെയ്ത് കൂട്ടുന്ന അധർമ്മങ്ങളുടെ പേരിൽ ഉടനടി അല്ലാഹു തആല പിടിക്കാൻ തീരുമാനിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഒരെണ്ണം ഉണ്ടാകുമായിരുന്നില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹു തആല ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഇതിന് കഴിവ് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിന്റെ അധികാരം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള അധികാരമാണ്. ഈ അധികാരമാണ് മുസ്ലിം സമൂഹത്തിന് ഇന്ന് ലോകത്തെ ഐഡന്റിറ്റി. ഇത്രയും വെസ്റ്റേൺ മോഡേണിറ്റി ലോകം മുഴുവൻ പിടിമുറുക്കിയിട്ടും ലോകത്തിലെ മുസ്ലിം സമൂഹം ആ വെസ്റ്റേൺ മോഡേണിറ്റിക്ക് ഒരു മതസമുദായം നിലയ്ക്ക് കീഴടങ്ങിയിട്ടില്ല. അവിടെ അവർ ആ തൗഹീദിന്റെ മാർഗത്തിൽ ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുള്ള സമയം ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ഇൻഷാല്ലാഹ് പിന്നീട് പറയാം. അപ്പൊ ഈ മർമ്മം എന്ന് പറയുന്നത് തൗഹീദിന്റെ ഗൗരവമുള്ള മർമ്മമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാനുണ്ട്. ഈ ദൗത്യം നമ്മളെ ഏൽപ്പിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തത്. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഇത്രയും അവസാനിപ്പിക്കുന്ന സമയത്തിന് പരിമിതികളുണ്ട്. എന്റെ ബാക്കി കാര്യങ്ങൾ പിന്നീട് സൂചിപ്പിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുക തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.